കുറച്ച് ദിവസമായിട്ട് മഴ പെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരിക്കലും ഇപ്പോ കഴിഞ്ഞ ജൂലൈയിലുണ്ടായ പോലുള്ളൊരു ഇൻസിഡന്റ് തൽക്കാലം അങ്ങനെ വലിയൊരു ഇൻസിഡന്റ് തൽക്കാലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ പെട്ടെന്ന് പറഞ്ഞോട്ടെ, അതായത് ഇന്ന് വൈകിട്ട് പത്തനംതിട്ട, ഇടുക്കി, നിലമ്പൂര്, വയനാട് ഇത്രയും മലയോര മേഖലകളിൽ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട മേഖലയിലാണ്. പത്തനംതിട്ട വടക്കൻ ഭാഗങ്ങൾ, പത്തനംതിട്ടയുടെ വടക്കൻ ഭാഗങ്ങളിലും ഇടുക്കിയുടെ ഭാഗത്തും ഇന്ന് വൈകുന്നേരം നല്ല ശക്തമായ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഏകദേശം ഒരു 3-4 ദിവസത്തോളം നീണ്ടു നിൽക്കും. ഒരു മെയ് 30 വരെ നീണ്ടു നിൽക്കും. പിന്നെ അതിന്റെ ശക്തി അല്പം കുറയും. ഇപ്പോ നമ്മളിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ പല ന്യൂനമർദ്ദങ്ങൾ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇപ്പോൾ ഒരെണ്ണം ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോ അറബിക്കടലിന്റെ തീരത്തുള്ള മഹാരാഷ്ട്രയ്ക്ക് സമീപമുള്ള ന്യൂനമർദ്ദം കുറച്ചുകൂടി ശക്തമാവും അടുത്ത 2 ദിവസം. അപ്പൊ അതിന്റെ ഒരു പ്രഭാവവും പിന്നെ ബംഗാൾ ഉൾക്കടലിലെ ആ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവവും ബാധിക്കും. തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളെയാണ് ഇത് തീർച്ചയായിട്ടും ബാധിക്കാൻ പോകുന്നത്. ഇടുക്കി മുതൽ അങ്ങോട്ട് നിലമ്പൂർ മേഖലയും ഇതിനകത്തുണ്ട്. പിന്നീട് ഒരു പ്രതിഭാസം ഉള്ളത്, സൗത്ത് ചൈന കടലിൽ ഇതുപോലൊരു ന്യൂനമർദ്ദം ഒരു ഡീപ് ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സൗത്ത് ചൈന കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദവും കൂടി ചേർന്ന് പൊതുവെ നമ്മളെ ബാധിക്കുന്നത് മലയോര മേഖലകളിലാണ്. ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത്, വളരെ വലിയ ശക്തമായ മഴകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകൾ സംജാതമാകുമ്പോഴാണ്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥ ഒരു നാളെയോ മറ്റന്നാളെയോ ഒക്കെ സംജാതമാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി, പത്തനംതിട്ട, വയനാട്, നിലമ്പൂർ ആ മേഖലയിലുള്ള മലയോര മേഖലകളിൽ വളരെയധികം കരുതലെടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട ഇത്തവണ ഈ മൺസൂൺ സ്പെല്ലിൽ ഏറ്റവും കൂടുതൽ മഴ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മലയോര മേഖല എന്ന് പറയുന്നത് ഇടുക്കിയും പത്തനംതിട്ടയാണ്. അപ്പൊ ഇടുക്കിയിൽ ഇന്നും നാളെയും ഇവിടെ പത്തനംതിട്ട മേഖലയിൽ നല്ല മഴ പെയ്യും. അപ്പൊ അടുത്ത ദിവസവും ഉണ്ട്, നാളെയും ഉണ്ട്, മറ്റന്നാളെയും ഉണ്ട്. അപ്പോൾ ഈ അടുത്ത 2 ദിവസമാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ളത്. കാരണം വളരെ ശക്തമായിട്ടുള്ള മഴ നമുക്ക് പ്രതീക്ഷിക്കണം. ഇന്ന് ലഭിച്ചതിനേക്കാൾ ശക്തമായ മഴ നാളെയും മറ്റന്നാളെയും പെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതും നല്ല ഇന്റൻസ് ആയിട്ടുള്ള മഴയായിരിക്കും. സാർ, ഒരു സംശയം, അതായത് സാധാരണ മൺസൂൺ വളരെ കൃത്യസമയങ്ങളിലാണ് വരാറുള്ളത്. ജൂണിലാണ് മൺസൂൺ വരാറുള്ളത്. ഇത് 16 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ നേരത്തെ മൺസൂൺ എത്തുന്നത്. 8 ദിവസം മുൻപാണ് മൺസൂൺ എത്തിയിരിക്കുന്നത്. ഒരുപാട് ഘടകങ്ങൾ കൊണ്ടാണ് ഇതിപ്പം മൺസൂൺ ആണ് എന്ന് IMD പ്രഖ്യാപിക്കുന്നത് തന്നെ. അത് നമുക്ക് അതിലെന്തെങ്കിലും ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഒരുപാട് സംഭവം ഉണ്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇത്തരത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നത്, നമ്മുടെ ഭൂമിയിലേക്ക് ഊർജം എത്തിക്കുന്നത് സൂര്യനാണ്. അപ്പൊ സൂര്യന് ചാക്രികമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതായത് അതിന്റെ പേരെന്ന് പറയുന്നത് സോളാർ സൈക്കിൾ എന്നാണ് പറയുന്നത്. സോളാർ സൈക്കിളിന്റെ കുറഞ്ഞ അളവും കൂടിയ അളവും ഉണ്ട്. അതായത് സോളാർ മിനിമം, സോളാർ മാക്സിമം. ഇപ്പോൾ സോളാർ മിനിമം അവസ്ഥയിലാണ് നമുക്ക് 2018 അതിശക്തമായ മഴ ലഭിച്ചത്. 2018-ലും 19-ന്റെ അവസാനമായപ്പോൾ സോളാർ മാക്സിമത്തിലേക്ക്, അതായത് സൂര്യന്റെ ഊർജം അല്പം കൂടുന്ന അവസ്ഥയിലേക്ക് പതിയെ മാറുകയാണ്. അപ്പോൾ അതിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് 2024 നവംബറിലായിരുന്നു സൂര്യൻ അതിന്റെ ഏറ്റവും പാരമ്യമുള്ള അവസ്ഥയിലെത്തിയത്. അതിനുശേഷം ഒരു ഡൗൺഫോളാണ്. ഇപ്പൊ അടുത്ത 5 വർഷത്തേക്ക് സൂര്യന്റെ പ്രഭാവം കുറച്ചായിട്ട് കുറയും. അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ് ഈ വർഷം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം അറബിക്കടലിന്റെ താപനില, ഇന്ത്യ മഹാസമുദ്രത്തിന്റെ കേന്ദ്രഭാഗത്തെ താപനില എന്ന് പറയുന്നത് 34 ഡിഗ്രി ആയിരുന്നു. അതേസമയം ഈ മൺസൂണിന് തൊട്ടു മുമ്പ് ഇന്ത്യ മഹാസമുദ്രത്തിന്റെ താപനില 30 ഡിഗ്രി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന ഒരു സീസോ ഫിനോമിനൻ ഉണ്ട്. അതായത് ഇന്തോനേഷ്യക്ക് സമീപവും ആഫ്രിക്കയുടെ സമീപവും ചൂട് കൂടിയും കുറഞ്ഞു ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് മഹാസമുദ്രത്തിന്റെ. ഇപ്പോൾ ഇന്തോനേഷ്യയുടെ സമീപത്ത്, അതായത് ഇന്തോനേഷ്യയുടെ വെസ്റ്റേൺ ഭാഗത്ത്, പടിഞ്ഞാറൻ ഭാഗത്ത് താപനില ഇന്ത്യ മഹാസമുദ്രത്തിന്റെ ആഫ്രിക്കൻ തീരത്തേക്കാൾ 1.5 ഡിഗ്രി കുറവാണ്. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പോസിറ്റീവ് വേരിയേഷൻ ഉണ്ട്. അതേസമയം മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരള ലാൻഡ് മാസിന്റെ താപനില നല്ല ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് ചൂട് ഇപ്രാവശ്യം അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ
പെട്ടെന്ന് നമ്മുടെ കേരള ലാൻഡ് മാസിന്റെ താപനില കുറഞ്ഞു. അതായത് ഏകദേശം 24 ഡിഗ്രി വരെ നമ്മുടെ കേരള ലാൻഡ് മാസിന്റെ താപനില എത്തി. അപ്പൊ ഇങ്ങോട്ടേക്ക് കാറ്റ് പെട്ടെന്ന് ഒഴുകാനായിട്ടുള്ള അവസ്ഥകൾ സംജാതമായി. അതായത് 30 ഡിഗ്രി 31 ഡിഗ്രി നിൽക്കുന്ന അറബിക്കടലിൽ നിന്ന് 24 ഡിഗ്രി 23 ഡിഗ്രി നിൽക്കുന്ന കേരള ലാൻഡ് മാസിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാറ്റ് പ്രവഹിക്കും. അതാണല്ലോ ഒരു ഭൗതിക പരമായിട്ട് പറഞ്ഞാൽ ഒരു ചൂട് കൂടുതലുള്ള സ്ഥലത്തു നിന്ന് ചൂട് കുറവുള്ള സ്ഥലത്തേക്ക് വായുവോ അല്ലെങ്കിൽ ദ്രാവകമോ എന്തായാലും ഒഴുകും. അപ്പൊ അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് സംജാതമായത്. അതുകൊണ്ടാണ് ഈ ശക്തമായ കാറ്റും പിന്നെ കേരള ലാൻഡ് മാസിന്റെയും മറ്റ് പശ്ചിമഘട്ടത്തിന്റെ വശത്തുള്ള ഇങ്ങേ വശത്തുള്ള എല്ലായിടത്തും ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യാനായിട്ട് കാരണം. അപ്പൊ ശൈത്യം ഉണ്ടായി. അതായത് ശൈത്യം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും താപനില ഗണ്യമായ കുറവുണ്ടായി. അതുകൊണ്ടാണ് ഇത്രയും കാറ്റുണ്ടായത്. ഇപ്പൊ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്, താപനില വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സായാഹ്നമാകുമ്പോൾ 3:30-4 മണിയാകുമ്പോൾ ഇപ്പൊ വീണ്ടും കേരള ലാൻഡ് മാസിന്റെ താപനില കുറയും. സമുദ്രത്തിന്റെ താപനില 30 ഡിഗ്രി ആയിട്ട് തന്നെ നിലനിൽക്കും. കാരണം വെള്ളത്തിന്റെ ചൂട് അങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് സമുദ്രത്തിന്റെ കുറയില്ല. അത് പെട്ടെന്ന് തന്നെ ഈ ഇതുപോലെയുള്ള ഈ കാറ്റും വൈകുന്നേരമായി കഴിയുമ്പോൾ കടലിൽ നിന്ന് കാറ്റുണ്ടാകുന്ന കാര്യം അതാണ്. അത് കുറച്ചുകൂടി ശക്തമാവും. അപ്പൊ അങ്ങനെയുള്ള കാറ്റിന്റെ മൂവ്മെന്റ് ആണ് ഈ കടലിന്റെ ഈ ക്ഷോഭത്തിനും കാരണമാകുന്നത്. ഇപ്പൊ കപ്പലൊക്കെ ഇതായില്ലേ. അപ്പം അത്തരത്തിലുള്ള ശക്തമായ കടൽക്ഷോഭത്തിന് കാരണമാകുന്നതും ഈ രീതിയിലുള്ള ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇത്തവണ കൂടുതലായിട്ട് നമ്മൾ കാണുന്നു എന്ന് പറയുന്നത് ഇത്രയും കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് അത് കാണുമ്പോൾ ഒരു പ്രത്യേകത തോന്നുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് വരുന്നത്. 3 കണക്റ്റഡ് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് സൂര്യന്റെ പിന്നെ മഹാസമുദ്രത്തിന്റെ താപനില, മൂന്നാമത് നമ്മുടെ കേരള ലാൻഡ് മാസിന്റെ താപനില കുറഞ്ഞത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ വർഷത്തെ ചൂട് കാരണം അന്റാർട്ടിക്കയിൽ നിന്ന് ധാരാളം മഞ്ഞുരുകിയിട്ടുണ്ട്. അപ്പൊ ഈ മഞ്ഞുരുക്കം കാരണം മഹാസമുദ്ര ജലപ്രവാഹങ്ങള് ശൈത്യമേറിയ ജലം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താപനില കുറഞ്ഞത്. അപ്പൊ അത് കുറെ കാലത്തേക്ക് അതിങ്ങനെ ഈ കുറഞ്ഞതിന്റെ നിലകൊള്ളും. എന്നാലും കൂടുതലാണ്. 30 ഡിഗ്രി എന്ന് പറയുന്നത് കൂടുതലാണ്. പക്ഷെ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ട് മാത്രമേ അതിന്റെ താപനില കുറയുകയും ചെയ്യത്തുള്ളൂ. പിന്നെ സമുദ്രത്തിന്റെ താപനില കൂടുന്നത് ഒരു ഗുണം കൂടിയാണ്. കാരണം അതും കൂടി ചേർന്നാണ് നമുക്ക് ഈ മൺസൂണിന്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ പല ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള എബോവ് നോർമൽ മൺസൂൺ ഉണ്ടാവുമെന്നുള്ള ഒരു പ്രവചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എബോവ് നോർമൽ മൺസൂൺ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്നതാണ്. ഇനിയിപ്പോ ഉള്ളതെന്ന് പറയുന്ന ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയാസിലാണ് മഴ പെയ്യുക. പിന്നീടാണ് മലമേഖലയിലേക്ക് പോകുക. പക്ഷെ ഇവിടെ ഒരേ ദിവസം തന്നെ മൺസൂൺ വന്ന അതേ ദിവസം തന്നെ മലയോര മേഖലകളിലും ശക്തമായിട്ടുള്ള ഒരു മഴ ഉണ്ടായി. അത് ഈ കാറ്റിന്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ അത് ഈ അടുത്ത 2 ദിവസത്തേക്ക് ഇനി വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. കാരണം കേരള ലാൻഡ് മാസിന്റെ താപനില ഗണ്യമായിട്ട് കുറയും. അപ്പൊ നല്ല കാറ്റിന്റെ വരവുണ്ടാവും. അതിന്റെ കൂടെ തന്നെ മേഘങ്ങളും വരും. അപ്പൊ അത് പെയ്തു തീർന്നേ മതിയാവത്തുള്ളൂ. കാരണം അതിന്റെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പശ്ചിമഘട്ടമാണ്. അപ്പൊ അവിടെയും ഇടനാട്ടിലും ഒക്കെ തീരദേശത്തൊക്കെ അത് പെയ്തു തീർന്നേ മതിയാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലകളിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് പിന്നെ നിലമ്പൂർ ആ ഭാഗത്തും വയനാടിന്റെ ഭാഗത്തും ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് കരുതലുകൾ എടുക്കണം. എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ വേണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.